അടി കിടക്കണ 4-5 പറ്റനും വേണ്ടി 5-6 വെള്ളം കുടിച്ചെന്ന് പറഞ്ഞ മാതിരി അപ്പം എൻ്റെ അവസ്ഥ മനസ്സിലായില്ലേ. ഉടുത്ത് നടന്ന വമ്പ്, ഉടുക്കാതെ നടന്ന ഫിരാന്തെന്ന് പറഞ്ഞ മാതിരി ഈ ബാസ് കാലത്ത് ഞാൻ അവിടെ വരെ പോയി വരാൻ എത്ര ഇറങ്ങാറാവണോ. കാര്യമൊന്നും തിരക്കില്ല, പക്ഷെ വളമ്പിയ കോളാമ്പിയിലായി പോയി എന്ന് പറഞ്ഞ മാതിരി ഒരു ഫീസ് കെട്ടാൻ കോളേജിലൊന്നും പോയി പഠിച്ചതിൻ്റെ ആവശ്യമില്ല, ആർക്കും കെട്ടാം മനസ്സിലായില്ലേ. 1000 തെങ്ങുള്ള നായർക്ക് പല്ലു കുത്താൻ ഈർക്കിളില്ല എന്ന് പറഞ്ഞ മാതിരി അപ്പം എൻ്റെ അവസ്ഥ മനസ്സിലായില്ലേ. പെണ്ണ് നന്ന് പക്ഷെ പെങ്ങളായി പോയി എന്ന് പറഞ്ഞ മാതിരി ആയി പോയല്ലോ അപ്പം അത്. അടക്കാണെങ്കിൽ മടി വെക്കാം, കാവുങ്ങാകുമ്പോൾ അത് കഴിയൂല മനസ്സിലായില്ലേ. ചെറിയ പാമ്പാണെങ്കിൽ വലിയ പടികൊണ്ട് തല്ലണമെന്ന് പറഞ്ഞ മാതിരി പച്ചമീനില്ലാതെ ഞാൻ ചോറൊന്നുമില്ല. പല്ലില്ലാന്ന് കരുതി അണ്ണാക്ക് വരെ കഴിച്ചിടരുതല്ലോ മനസ്സിലായില്ലേ. ഇരുമ്പോലക്കാൻ വീണിട്ട് ചുക്കുവെള്ളം കുടിച്ചിട്ട് കാര്യമല്ല. പാരെടുക്കാൻ പോയാൽ അരച്ച പറ്റിയെന്ന് പറഞ്ഞ മാതിരി ഇത്ര പേരും അവിടെ മടങ്ങിയെത്തിയോ. കരടിന്റെ മുന്നിൽ പെട്ടവന് കമ്പിളി പോച്ചവനെ പേടിയെന്ന് പറഞ്ഞ മാതിരി അത് നന്നാക്കാൻ ആളിപ്പം അവിടെ എത്തും മനസ്സിലായില്ലേ. ആരാന്റെ അമ്മക്ക് ഇരുമ്പ് ഇടിക്കും, അവനാന്റെ അമ്മക്ക് അരി ഇരിക്കൂല എന്ന് പറഞ്ഞ മാതിരി ഇനി ഞാൻ അവിടെ നിന്നിട്ട് കാര്യമല്ല മനസ്സിലായില്ലേ. ഇറച്ചിക്ക് പോയാൽ ബർച്ചും ചത്ത് കാത്തുനിന്നോ നോൺച്ചും ചത്ത് എന്ന് പറഞ്ഞ മാതിരി അങ്ങനെയാണെങ്കിൽ കുറച്ച് ചായ കുടിച്ച മനസ്സിലായില്ലേ. മുണ്ടിയ ബാപ്പ അമ്മനെ തല്ലും, മുണ്ടിയില്ലെങ്കിൽ ബാപ്പ പന്നിയർച്ചി തിന്നു എന്ന് പറഞ്ഞ മാതിരി എഞ്ചിനീയർമാർ കുറച്ച് മീനൊക്കെ കൂട്ടുന്നത് നല്ല മനസ്സിലായില്ലേ. ഊതരുത് അളിയാ, ഊതരുത്. അടുപ്പ് എത്ര ചെറുതായാലും കല്ല് 3 വേണം മനസ്സിലായില്ലേ. ഈ കേട്ടിയില്ലേ, പൊന്ന് കായ്ക്കണ മരാണെങ്കിൽ പുരക്ക് ചാഞ്ഞാൽ വെട്ടണം.